ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വർഷം തുടങ്ങുകയാണ്. ഞാനും ഒരു പുതിയ തുടക്കത്തിലോട്ട് കടന്നിരിക്കുകയാണ്. പുതിയ തുടക്കമല്ല, ഓൾറെഡി ഞാൻ ഒരു വർഷം കൊണ്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വീഡിയോ ഇടും, പിന്നെ സ്റ്റക്കാവും. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വീണ്ടും ഈ ന്യൂ ഇയറിന് എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ ഉണർന്നു. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ തുടങ്ങാം ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇടാനായിട്ട് വെള്ളം വെച്ചു, അരിയിട്ടു. പിന്നെ ഇന്ന് കയ്യിൽ പച്ചക്കറിയൊക്കെ കുറവാണ്. കയ്യിലുള്ള പച്ചക്കറി കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, അതൊക്കെ തന്നെയാണ് ഉള്ളത്. അത് വെച്ചൊരു തോരൻ ഉണ്ടാക്കണം. പിന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അരിഞ്ഞെടുക്കണം. ഞാൻ ഇന്നും ആദ്യം തന്നെ അരിയാണ് ഇടുന്നത്. അരി ഞാൻ കുക്കറിലാണ് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അരി കലത്തിലിട്ടൊന്ന് കുറച്ച് തിളപ്പിച്ചിട്ട് ഞാൻ കുക്കറിലാക്കി വെക്കും. അതേസമയം തന്നെ ഞാൻ വെള്ളവും തിളപ്പിക്കാൻ ശേഷം കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കും. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം നടക്കും. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് വലിയ ടെൻഷൻ വേണ്ട, പതിയെ ചെയ്താൽ മതി. പക്ഷേ എങ്കിലും ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ വന്നപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒട്ടും വെട്ടമില്ലായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചത്, പക്ഷേ ഞാനത് ഇട്ടില്ല, കാരണം ഫുള്ള് ഇരുട്ടായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി, നേരം പുലർന്നു വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ നായയാണ് പോളോ. അവനിങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ വന്നിങ്ങനെ എത്തി നോക്കും, അവനുള്ള ഫുഡ് വല്ലതും ആണോ കൊടുക്കുന്നതെന്നറിയാൻ. അപ്പം ഇതിനിടയ്ക്ക് ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. ഇപ്പം രാവിലെ എനിക്ക് മാത്രമേ ഞാൻ ചായ ഇടാറുള്ളൂ. ബാക്കി പിന്നെ കുട്ടികൾ എഴുന്നേറ്റ് വരാനൊക്കെ താമസിക്കും. പിന്നെ തോരൻ ഉണ്ടാക്കാനുള്ള ബീൻസും അരിഞ്ഞു വെച്ചു. ബീൻസും ക്യാരറ്റും കൂടെ തോരനാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ട സവാള, തക്കാളി അതെല്ലാം അരിഞ്ഞു വെച്ചു. അത് അടുപ്പത്താക്കി. ഇത് രണ്ടും ഒരേ സമയം അങ്ങ് വെച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു സമയത്ത് അങ്ങ് നടക്കും. അത് കഴിഞ്ഞിട്ട് പോളോയ്ക്കുള്ള ചോറ് കൊടുക്കണം. ചോറ് കൊണ്ട് കൊടുത്തു, അവനെ കൂട്ടിലാക്കി. അത് കഴിഞ്ഞിട്ട് വന്ന് അപ്പവും ചുട്ടു. അപ്പം കൂടെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത്രയും ജോലിയുള്ളൂ, അതിന് സ്പെഷ്യലൊന്നും ഇല്ല. അത് കഴിഞ്ഞ് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം വേണം എനിക്ക് പോയി റെഡി ആവാൻ. അതിനുശേഷം ഞാൻ എൻ്റെ ഇന്നത്തെ രാവിലത്തെ ജോലികൾ ഏകദേശം കഴിഞ്ഞു. ഇത്രയൊക്കെ സമയമുള്ളൂ. സാധാരണ 8 മണിക്ക് സ്കൂൾ ബസ് വരും. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പം ഇനി പോയി റെഡി ആവണം. റെഡി ആവുന്നതിന് മുമ്പ് എൻ്റെ ലഞ്ച് ബാഗ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അപ്പം കഴിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് അവൽ കുതിർത്ത് വെച്ചു കൊണ്ടുപോകാനായിട്ട് ഓഫീസിൽ ഇടയ്ക്ക് കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ചോറും വിളമ്പി വെച്ചതിന് ശേഷം ഞാൻ പോയി വേഗം റെഡിയായി ഞാൻ പോവുകയാണ്. 9:30 ആണ് നമ്മുടെ ഓഫീസ് ടൈം. അപ്പോൾ അതിനു മുമ്പ് അവിടെ എത്തണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വ്ലോഗായിട്ട്